നമസ്കാരം, ധനുഷ് സ്പീച്ച് ടിപ്സ് ആണ്. കഴിഞ്ഞ LGS ഘട്ടവും രണ്ടാം ഘട്ടത്തിലെയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ചോദിക്കാൻ പാകത്തിന് ക്വസ്റ്റ്യൻസ് നോക്കാം. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ആൻസർ ജാവലിൻ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? മദ്രാസ്. 1913 തുടങ്ങിയ ഖദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ലാലാ ഹർദയാൽ. ഖദാർ മൂവ്മെൻറ്റ് ലാലാ ഹർദയാൽ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? ആൻസർ മറാത്ത. നെക്സ്റ്റ് വൺ, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ലിൻലിത്ഗോ. നെക്സ്റ്റ് വൺ, PC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയൻ. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? 30. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ഇവിടെ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, K മുൻഷി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അംഗം ആരൊക്കെയായിരുന്നു ഇവിടെ ഉള്ളതിൽ? BR അംബേദ്കർ, K മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. നെക്സ്റ്റ്, മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 25. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പയ്യന്നൂർ. നെക്സ്റ്റ് വൺ, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെക്സ്റ്റ് വൺ, ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 K കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ C ഗാന്ധിജി. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ആൻസർ ലോർഡ് കഴ്സൺ പ്രഭു. ലോർഡ് കഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, സെബിയുടെ പൂർണ്ണരൂപം എന്താണ്? സെബിയുടെ പൂർണ്ണരൂപം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ 40. അടുത്തത്, അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ മിസൈൽ. അഗ്നിയും സൂര്യയും മിസൈൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ A ആണ് ശരിയല്ലാത്തവ. ശരിയായി നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡ് ഡെഹ്റാഡൂൺ ആണ്. ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ. ഉത്തരാഖണ്ഡ് ഡെഹ്റാഡൂൺ, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ. നെക്സ്റ്റ് വൺ, ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ C ആണ് 1 ഉം 3 ഉം. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ സ്ഥാനം 7, ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്. നെക്സ്റ്റ് വൺ, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ C ആണ് 3ാമത്തെ തെറ്റായ പ്രസ്താവന. ബാക്കി നമുക്ക് വായിക്കാം.
ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നദികളെ സിവാലിക്, ഹിമാചൽ, ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. പിന്നെ നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് മൂന്നുമാണ് ശരിയായ പ്രസ്താവനകളാണ്. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് ശരിയായതാണ്. നെക്സ്റ്റ് വൺ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് തെറ്റായ നാലാമത്തതാണ് തെറ്റായ പ്രസ്താവന. ശരി, നമുക്ക് നോക്കാമല്ലോ അല്ലേ. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമുണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിൻ്റെ കടൽത്തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ ശരിയായ ജോഡികൾ ഏതെല്ലാം ആണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായ ജോഡികൾ. രണ്ടാമത് പാമ്പാടും ചോല ഇടുക്കിയാണ്. 3 ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. ആറളം കണ്ണൂർ, പാമ്പാടും ചോല ഇടുക്കി. നെക്സ്റ്റ് വൺ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായവ. 1, മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സംവിധാനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. പിന്നെ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. നെക്സ്റ്റ്, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ സി ആണ്. ശരിയായ മാത്രം നോക്കുന്നു. 1ഉം 2ഉം 4ഉം നോക്കാം. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ ഉള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി എന്നിവ. നെക്സ്റ്റ് വൺ, പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു അഷ്ടമുടിക്കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. അല്ലേ, എപ്പോഴും അറിയാം. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? പമ്പ കിഴക്കോട്ട്, പാമ്പാർ പടിഞ്ഞാറോട്ട്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പാരിയാർ കിഴക്കോട്ട്. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ശരിയായത്. മൂന്നാമത്തത് ശരി. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് അല്ലേ? ശരി. നെക്സ്റ്റ് വൺ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്ന ഏതെല്ലാം? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം വരുന്നുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ്. 1ഉം 2ഉമാണ്. നോക്കാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു.
2 ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. കേരള തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇടവപ്പാതി എന്നും അറിയപ്പെടുന്നു. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ആൻസർ ഇടുക്കി. വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ചതെവിടെ? സംസ്ഥാനം ഏതാണ്? ആൻസർ തമിഴ്നാട്. കേരളത്തിലെ സ്കൂൾ ബസ്സുകളിൽ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? ആൻസർ വിദ്യാവാഹൻ. നെക്സ്റ്റ് വൺ, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല? വയനാട്. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ്? 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1. നെക്സ്റ്റ് വൺ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? മുടിയേറ്റ്. നെക്സ്റ്റ് വൺ, നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? നിബന്ധമാല ആരാണത്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. നിബന്ധമാല ചിപ്ലുങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. നെക്സ്റ്റ് വൺ, 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? ആൻസർ തുഷാർ ദേശ്പാണ്ഡെ. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? വി മധുസൂദനൻ നായർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. വിക്ഷേപിച്ചത് 14. നെക്സ്റ്റ് വൺ, മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? VK മോഹൻ കമ്മീഷൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഡി ആണ്. അസ്ഥികളുടെ ആരോഗ്യം വിറ്റമിൻ ഡി ആണല്ലേ. നെക്സ്റ്റ് വൺ, വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നവയാണ് വെള്ളായണി, ഹ്രസ്വ എന്നിവ? ആൻസർ കിഴങ്ങുവർഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കം. മനുഷ്യ രക്തപര്യം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 4 ശരി. ശ്വാസകോശധമനി അശുദ്ധരക്തം വഹിക്കുന്നു. നെക്സ്റ്റ് വൺ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ? ഈ കോളി ബാക്ടീരിയ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. നെക്സ്റ്റ് വൺ, ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോൺ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? കൽക്കരി. നെക്സ്റ്റ് വൺ, ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ശരിയാണ്. ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. നെക്സ്റ്റ് വൺ, ജനറേറ്ററിൽ നടക്കുന്ന
ഊർജ പരിവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു. നെക്സ്റ്റ് വൺ, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ് അല്ലേ? 1ഉം 2ഉം കമ്പനം മൂലമാണ്, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശ്രവണപരിധി 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. നെക്സ്റ്റ് വൺ, കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സാരഥി. നെക്സ്റ്റ് വൺ, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ശാസ്ത്രജ്ഞർക്ക്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏതാണ്? വയോമിത്രം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? ചിക്കൻ പോക്സ്. B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെർണീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷകരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം? എല്ലാം. വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, ജീവൻ രക്ഷിക്കുക എന്നിവയാണ്. നെക്സ്റ്റ് വൺ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? അനാരോഗ്യകരമായ ഭക്ഷണശീലം. നെക്സ്റ്റ് വൺ, മാംസത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാർഷിയോർക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ആരാണ്? ബോർഡെല്ല പെർട്ടൂസിസ്. വില്ലൻ ചുമ ബോർഡെല്ല പെർട്ടൂസിസ്. ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? വാക്സിൻ വെരിസെല്ല വാക്സിൻ. ചിക്കൻ പോക്സിൻ്റെത് വെരിസെല്ല വാക്സിൻ. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിന് വേണ്ടി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഹൃദ്രോഗം. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ശ്രുതി തരംഗം. നെക്സ്റ്റ് വൺ, കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1056. അടുത്ത ക്വസ്റ്റ്യൻ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെൻഡിക് പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഒന്ന് മാത്രം. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യസമരം നയിച്ച നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയോ തോപ്പി. നെക്സ്റ്റ് വൺ, ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ച, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നെക്സ്റ്റ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? അലിഗഡ് പ്രസ്ഥാനം. മുസ്ലിങ്ങളുടേതാണ് അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? 2 നാലുശ്ശേരി, രണ്ടാമത് സ്വദേശി ചിത്രം, സംവാദ് കൗമുദി. 1 മിനിറ്റ്, സോറി. 5 ആൻസർ ഈസ് ഓപ്ഷൻ ബി. 3ഉം 4ഉമാണ്. മിറാത്ത് ഉൽ അക്ബർ, സംവാദ് കൗമുദി. സംവാദ് കൗമുദി നമുക്ക് ഓൾറെഡി എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മിറാത്ത് ഉൽ അക്ബറും കൂടി പഠിച്ചു വെക്കണം. മിറാത്ത് ഉൽ അക്ബർ ആൻഡ്
സംവാദ് കൗമുദി. നെക്സ്റ്റ് വൺ, രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. നെക്സ്റ്റ് വൺ, 1921 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം. കുറിച്യ കലാപം എന്ന് പറയുന്നത് അത് 1812 അല്ലേ? ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, പോട്ടെ. നെക്സ്റ്റ് വൺ, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശബരി ആശ്രമം പാലക്കാട്. നെക്സ്റ്റ് വൺ, EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? EV രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്? ഓപ്ഷൻ സി, കോലത്തുനാട്. നെക്സ്റ്റ് വൺ, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ നേതാവായ ഇന്ത്യക്കാരി ആരാണ്? ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24. നെക്സ്റ്റ് വൺ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? ഓപ്ഷൻ സി, 3 ശരി. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണവും ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. നെക്സ്റ്റ് വൺ, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആൻസർ 1ഉം 3ഉം. സ്ഥിരതയോടുകൂടി വളർച്ച, സ്വാശ്രയത്വം. 4ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടി വളർച്ച, സ്വാശ്രയത്വം. 1 കൃഷി, 2 വ്യവസായം, 3 ഭക്ഷണത്തെക്കുറിച്ചാണ്, 4 സ്ഥിരതയോടുകൂടി വളർച്ച, സ്വാശ്രയത്വം. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം 3ഉം. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറഞ്ഞവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. വായിക്കാം. 10+2+3 മാതൃക വിദ്യാഭ്യാസം വേണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കണം. നെക്സ്റ്റ് വൺ, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ഗഗൻയാൻ. നെക്സ്റ്റ് വൺ, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ. നെക്സ്റ്റ് വൺ, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? മനു ഭാക്കർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം. നെക്സ്റ്റ് വൺ, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഇരുമ്പ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2003. നെക്സ്റ്റ് വൺ, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 3.28. നെക്സ്റ്റ് വൺ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി?
ഇന്ദിരാഗാന്ധി. നെക്സ്റ്റ് വൺ, 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? മമ്മൂട്ടി. അടുത്തത്, 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരെല്ലാം? ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 2018 ചക്ക. റാം കെയർ ഓഫ് ആനന്ദ് എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കേന്ദ്ര കഥാപാത്രമല്ലാത്തത് ആരാണ്? സുമതി. നെക്സ്റ്റ്, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയ്ക്കാണ്? വയനാട്. പതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. നെക്സ്റ്റ് വൺ, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് റീഡ് തവളകൾ, കക്കയം. ദെൻ ചാമ്പൽ മലയണ്ണാൻ, ചിനാർ. പിന്നെ സിംഹവാലൻ കുരങ്ങുകൾ, സൈലൻറ്റ് വാലി, വരയാട്, ഇരവികുളം. റീഡ് തവള, കക്കയം, ചാമ്പൽ മലയണ്ണാൻ, ചിനാർ, സിംഹവാലൻ കുരങ്ങ്, സൈലൻറ്റ് വാലി, വരയാട്, ഇരവികുളം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിൻറ്റ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 4ഉം. 2, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കോട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്നും. നെക്സ്റ്റ് വൺ, പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ അല്ലേ. ബട്ട് നമ്മൾ പഠിച്ചു വെച്ച 244. ഇപ്പം നീളം കുറഞ്ഞൊന്നുമല്ല, ഇത് തട്ടിപ്പ് ക്വസ്റ്റ്യൻ ക്യാൻസലാക്കും കേട്ടോ. 244 കിലോമീറ്റർ ആണ് എൻ്റെ നീളം. പിന്നെ 209 ആണ് സെക്കൻഡായ ഭാരതപ്പുഴയ്ക്ക് ഉള്ളത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയെ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ്. നെക്സ്റ്റ് വൺ, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ആഗസ്റ്റ് കോപ്തെ. ആൻസർ ആഗസ്റ്റ് കോപ്തെ. നെക്സ്റ്റ്, 2022 ഫിഫെ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ആൻസർ എന്താണ്? മണ്ണ് ദിനം. നെക്സ്റ്റ് വൺ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ്? ജന്മദേശം പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. ഒന്നാമത്തത് ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വിലസുകൾ കാണപ്പെടുന്ന ഭാഗം. നെക്സ്റ്റ്, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗം ഏത് വിറ്റമിനും ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എ. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്?
നാളികേരം. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1988. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. നെക്സ്റ്റ് വൺ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? സിഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയിപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയിപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. സോഡിയം ക്ലോറൈഡ്. ഓക്കെ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം ഏതാണ്? രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സിനിടയിലാണ്. നെക്സ്റ്റ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചത്. ഇതിൽ ആറ്റത്തെക്കുറിച്ച് പ്രസ്താവന ഏതൊക്കെയാണ്? എല്ലാം ശരി. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസവും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. നെക്സ്റ്റ് വൺ. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും ബന്ധമില്ല. ആൻസർ ഇതിൽ പ്രസ്താവനയിൽ എന്തൊക്കെയാണ് ആൻസർ? 2 മാത്രം ശരി കേട്ടോ. എല്ലാ ധാതുവും അയിരാണ്. അത് മാത്രം പഠിക്കൂ. നെക്സ്റ്റ് വൺ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? എന്താണ് തീം? ഭൂമി പുനഃസ്ഥാപിക്കുക, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. നെക്സ്റ്റ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം ഏതാണ്? 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മപദ്ധതിയുടെ പേരെന്താണ്? കാർസാപ്പ്. കാർസാപ്പ്. സസ്യകോശങ്ങളെ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? പ്ലാസ്മോഡെസ്മാറ്റ. അനീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ആരാണ്? നെഗ്ലേറിയ ഫെലൗറി. അടുത്തത്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. അമൃതം. മരുന്നിൻ്റെ. ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പ്ലൂറ. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? 2ഉം 4ഉം. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷകഘടകങ്ങളെ വിലസുകളിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു. നെക്സ്റ്റ് വൺ. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ. ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംബോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം അസം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ്. ഇതിൻ്റെ ബയോളജി സെക്ഷൻസ് വരുന്ന അനുബന്ധ ചോദ്യം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, അത് കാണണം തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.